ഹായ്, വെൽക്കം ടു ടേസ്റ്റി റിട്രീറ്റ്. നമുക്ക് ഇവിടെ ബീഫ് വരട്ടിയത് റെഡിയാക്കാം. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ബീഫ് വേണം. ഇവിടെ 1/2 കിലോഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് ഞാനിവിടെ 3 വലിയ ഉള്ളി മുറിച്ചതാണ് ഇത്. പിന്നെ ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ പെരുംജീരകം, തേങ്ങ ചിരവിയത്, പിന്നെ തേങ്ങാപ്പാൽ, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ബീഫ് വേവിക്കാൻ വയ്ക്കാം. ബീഫ് കുക്കറിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനിയെല്ലാം നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്. ബീഫ് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയാണ് വിനാഗിരി ചേർക്കുന്നത്. ഇനി വീണ്ടും നന്നായി നമുക്കെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ 1/2 കിലോഗ്രാം ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും. പിന്നെ ഇത് 6 വിസിൽ വരെ വയ്ക്കുകയും വേണം, എന്നാൽ മാത്രമേ ബീഫ് വേവുള്ളൂ. നമുക്കിത് അടുപ്പത്തോട്ട് വയ്ക്കാം. ആറ് വിസിൽ വന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് തേങ്ങ വറുത്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. തേങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ തീ കുറച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും. പിന്നീട് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം തേങ്ങ വറുത്തെടുക്കാൻ. കണ്ടോ, തേങ്ങ ഒക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞു പോകരുത്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. തേങ്ങ ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇടുന്നത്. പേസ്റ്റ് എന്ന് പറയാമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ടാലും മതി. നമുക്കിത് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഇനി നമുക്കിതിലോട്ട് മുറിച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു 3 വലിയ ഉള്ളിയാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്.
ഉപ്പ് കുറച്ച് ചേർക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പിന്നീട് ചേർക്കാം. വീണ്ടും എല്ലാം കൂടി യോജിപ്പിച്ച് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചതാണ് ഇത്. പിന്നെ 2 പച്ചമുളക് മുറിച്ചത്. ഇനി എല്ലാം വീണ്ടും ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ വേഗം വഴന്ന് വരും. ചെറിയ ചൂട് മതി. എല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ബീഫിന് കറിവേപ്പില മസ്റ്റാണ്. കാരണം കറിവേപ്പില ഇട്ടാൽ ബീഫിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടുകയുള്ളൂ. എല്ലാം നന്നായി മിക്സ് ചെയ്ത് നന്നായി ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. കണ്ട, എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ഇടുമ്പോൾ സ്റ്റൗവിൻ്റെ തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി എല്ലാം നന്നായി പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് പാലാക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ റെഡിയാക്കുന്നത് ബീഫ് വരട്ടിയതാണല്ലോ. അതുകൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ കുക്കർ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ബീഫ് ഈ ഗ്രേവിയിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ബീഫും ഈ ഗ്രേവിയും ഒക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ നല്ല കുറച്ചുകൂടി വെള്ളം പോലെ ഗ്രേവി വേണമെന്നുള്ളോട്ട് ഒത്തിരി വെള്ളം പോലെ ഒന്നും ആക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഈ ബീഫിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, എല്ലാം കൂടി നന്നായി മിക്സായി. വെള്ളം ഇനി കുറച്ചുകൂടി വറ്റേണ്ടതുണ്ട്. നന്നായി എല്ലാം ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങയുണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഫ്രൈ ചെയ്തതും കറിവേപ്പിലയും തന്നെയാണ് ബീഫിന് ഒത്തിരി ടേസ്റ്റ് കൊടുക്കുന്നത്. കണ്ടോ, അതിട്ടപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ ഇതും മാറി നല്ല ഭംഗിയുണ്ട് കാണാനും, അതുപോലെ ടേസ്റ്റും അത്രയും നല്ലതാണ്. എല്ലാം നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്ത് ഇതാ എല്ലാം വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
കറിവേപ്പില ഇടുന്നതിനനുസരിച്ച് ബീഫിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ കൂടുകയേ ചെയ്യുള്ളൂ. ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇവിടെ. നമുക്കിനി ഇത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. ഓക്കെ, താങ്ക് യു.